Hey guys, welcome to D Vlogs and good morning. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്താ ഇപ്പം എണീറ്റതേ ഉള്ളൂ കേട്ടോ. എണീറ്റ് ഡ്രസ്സിങ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അശ്വിൻ്റെ ഫോണൊന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് എടുത്തു കൊടുത്തു. ഞാൻ ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിക്കൊരു 7 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നേരെ ബ്രഷൊക്കെ ചെയ്ത് നേരെ കിച്ചണിലോട്ട് പോയി. ഇന്ന് ദോശയ്ക്കാണ് കേട്ടോ, ഉഴുന്നിൻ്റെ ദോശയ്ക്കായിരുന്നു ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇങ്ങനെ ഫസ്റ്റ് പോയിട്ട് എനിക്കിങ്ങനെ നോക്കി അതിങ്ങനെ പൊങ്ങി വന്നത് കാണാനും അത് ഫസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഇളക്കി വെച്ചു. അപ്പോഴേക്കും ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പാലൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. പൊടിയിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ആറ്റിയെടുക്കും കേട്ടോ. എന്നിട്ടിങ്ങനെ പതപതന്ന് വരുന്നവരെ ഒന്ന് ആറ്റിയെടുക്കും. പിന്നെ കുറച്ചൊന്ന് തണിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോഴേക്കും അമ്മ വന്നു കേട്ടോ. ഞാൻ അപ്പോഴേക്കും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണിയായുധങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു കിച്ചണിലേക്ക്. അപ്പം ഞാൻ എവിടെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ദോശ മാത്രം വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ദോശ അവിടെ ഉണ്ട് കേട്ടോ. ദോശ ഞാൻ നന്നായിട്ട് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഗീ ആക്കുന്നുണ്ട്. ഇവിടെ എന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ദോശയിൽ ഇങ്ങനെ നല്ലോണം ഗീ ആക്കിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോഴേക്കും അമ്മ ചട്നിയൊക്കെ ഉണ്ടാക്കി വറവൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു ബൗളിലേക്ക് മാറ്റി. അപ്പം ഞാൻ ഉണ്ടാക്കിയ ദോശ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ദോശ. എനിക്കിങ്ങനെ നല്ല കട്ടി കുറഞ്ഞ ദോശ നല്ലോണം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ള ആണ് ഇഷ്ടം. ഞാൻ 4 ദോശ ഉണ്ടാക്കി. 3 അശ്വിക്കും 1 എനിക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കുമ്പോൾ അതേ അശ്വി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ, ഇനി എപ്പോഴാണ് വരിക? എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ഡെയിലി ഞാൻ ചോദിക്കും, അശ്വി എപ്പോഴാണ് വരിക എന്നൊക്കെ എനിക്ക് കറക്റ്റ് അറിയാം. എന്നാലും ഞാൻ ചോദിക്കും എപ്പോഴാണ് വരിക എന്ന്. അതെന്താണെന്ന് എനിക്കും അറിയില്ല. വെറുതെ ഒരു മനസ്സുഖം ആയിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ദോശയൊക്കെ എടുത്തു വെച്ച് അവിടെ ഇരുന്നപ്പോഴാണ്, കഴിച്ചോന്നും പറഞ്ഞിരുന്നപ്പോഴാണ് അയ്യോ ചട്നി എടുത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയി ചട്നി എടുത്തിട്ട് വന്നു. ചൂടുണ്ടായിരുന്നു അത്യാവശ്യം. ഇനി കഴിക്കാം. അശ്വിൻ്റെ കൂടെ ഞാനും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും കേട്ടോ. എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വിശപ്പിൻ്റെ അസുഖമുണ്ട്. ഈ ഒരു സംഭവം കേട്ടോ, ഇതിവിടെ ഫ്രൂട്ട്സ് ഇട്ട് വെക്കുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അശ്വിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്കും തരും. അത് എനിക്കൊരു സന്തോഷമാണ്. ഇനി തന്നില്ലെങ്കിൽ ഞാൻ കൈയിട്ട് വരികയും ചെയ്യും, അത് വേറെ കാര്യം. അങ്ങനെ അശ്വിക്ക് പോവാറായി. അങ്ങനെ എനിക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അശ്വി പോവാണ്. ഇടയ്ക്ക് ഞാൻ ബാൽക്കണിയിൽ പോയിട്ട് നോക്കൂട്ടോ പോകുന്നത്. ഇടയ്ക്കേ ഉള്ളൂ ഇങ്ങനത്തെ പ്രാന്തൊക്കെ. കാരണം നല്ല ചൂടായതുകൊണ്ട് ബാൽക്കണിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ. അങ്ങനെ അശ്വി പോയതിന് ശേഷം ഞാൻ റൂമിൽ വന്നിട്ട് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കും. പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് അലക്കിയത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. അശ്വി പോയിട്ട് കുറച്ച് സമയം ഞാൻ കിടന്നു കേട്ടോ. കിടന്ന് കുറച്ച് ഫോണിലൊക്കെ ഒന്ന് നോക്കി. സാധാരണ എണീക്കുമ്പോൾ ഫോണ് നോക്കി കുറച്ച് എന്തെങ്കിലും യൂട്യൂബൊക്കെ നോക്കി അങ്ങനെയാണ് എണീക്കാറ്. ബട്ട് പോകാനുള്ള ദിവസം അത് നോക്കിയിരിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഫോൺ നോക്കും. അപ്പോൾ കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഇനി നമുക്ക് കുളിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കുളി കഴിഞ്ഞാൽ പിന്നെ ആ പണിയില്ലല്ലോ. പിന്നെ നമുക്ക് സുഖമായിട്ടിരിക്കാം. ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഒരു ചൂടെന്നറിയോ. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതിൽ വേറെ എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് AC യുടെ സൗണ്ടാണ് കേട്ടോ. AC ഇടാതെ ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല.
അത്രയും ചൂടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നതൊക്കെ വെറുതെ ആവും. പിന്നെ ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് അതൊക്കെ അപ്പടി ഒഴിച്ചു പോകും. അതുകൊണ്ടാണ് AC ഇട്ടത്. അപ്പോൾ അത് നിങ്ങൾ ചെവിക്കൊള്ളാതിരിക്കുക, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, ക്യൂർ സ്കിന്നിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സും ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 4 പ്രോഡക്റ്റ്സ് ആണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത്, ഞാനത് കാണിച്ച അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ആണ്. ഇത് രാവിലെയും രാത്രിയൊക്കെ ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പമ്പ് എടുക്കുക, ഫേസ് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക, ഫേസിൽ നെക്കിലൊക്കെ ഫുള്ളായിട്ട് നന്നായി ഒരു മസാജൊക്കെ കൊടുത്ത് വാഷ് ചെയ്ത് കളയുക. അതിന് ശേഷം എനിക്ക് മോർണിംഗിൽ വരുന്ന സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് SPF 30 PA+++ ആണ്, 3+ ഉണ്ട്. ഇതാണ് എനിക്ക് രാവിലെ മോർണിംഗിൽ വരുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പീ സൈസിലെ ഇതൊക്കെ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിൽ ഈ ഒരു 2 സ്റ്റെപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഫേസ് വാഷ് ചെയ്യുക, ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് നൈറ്റിൽ നമുക്ക് വരുന്നത് സെയിം പ്രൊസീജിയർ തന്നെ. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, അതിന് ശേഷം ഈ ഒരു ബരിയർ റിസ്ട്രക്ചർ ക്രീം യൂസ് ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ജസ്റ്റ് ഒരു പീ സൈസിൽ എടുക്കുക, എന്നിട്ട് ഫേസിലെങ്കിലും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. ഇതാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു അരിമണിയുടെ അളവിൽ എടുക്കാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻ ഐറ്റം, അതായത് എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡാർക്ക് സ്പോട്ട്സും പിന്നെ എന്താണ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു കറുത്ത കുത്തുകൾ അങ്ങനെ വരുന്നൊരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അതിനാണ് ഈ ഒരു ഐറ്റം മെയിൻ ഐറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാർക്ക് സ്പോട്ട്സ്, സ്കെയേഴ്സ്, ഓപ്പൺ പോർസ്, പിമ്പിൾ മാർക്സ് അങ്ങനത്തെ ഏരിയാസിലാണ് ഇത് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കുമല്ലോ നമ്മുടെ മെയിൻ ഐറ്റം. അങ്ങനെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. നൈറ്റിലും സിമ്പിൾ സ്കിൻ കെയർ ആണ്, ബട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേർത്ത് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണിത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഹെയർ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ആപ്പിലോട്ട് എൻ്റർ ചെയ്യാം. ഇതിൽ ഈ ഒരു ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കും. അതും നമ്മൾ സ്കിന്നാണോ, സ്കിൻ റിലേറ്റഡ് ആണോ, ഹെയർ റിലേറ്റഡ് ആണോ എന്താണെന്ന് വെച്ചാൽ അത് പറയാം. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയുക, അവർ ചോദിക്കും, നമ്മൾ ആൻസർ ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും, സൈഡ് ഫേസും ഫ്രണ്ട് ഫേസും ഒക്കെ. അതായത് നമ്മുടെ അനലൈസ് ചെയ്യാനായിട്ട്. വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മളെ കാണാൻ വേണമല്ലോ. അപ്പോൾ അത് ചെയ്യാം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, 100% വിശ്വസിക്കാവുന്ന ഒരു പേജാണ്, ഒരു സൈറ്റാണ്. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ എന്താണ് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് അവർ നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും, കിറ്റ് തരും. ആ ഒരു കിറ്റാണിത് എൻ്റെ കയ്യിൽ ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്താണ്. അപ്പം നമുക്കിതിന് ഫീ ആവശ്യമില്ല, കൺസൾട്ടേഷൻ ഫുൾ ഫ്രീ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്തും പറയാമെന്ന് വെച്ചാൽ എന്തും വിളിച്ച് പറയാമെന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുറന്ന് പറയാം, ഓപ്പണായിട്ട് പറയാം. അതൊക്കെ ഫ്രീ ആയിട്ടാണ്. ഇതിൽ ആകെ വരുന്നത് ഈ ഒരു കിറ്റിനുള്ള പേയ്മെൻറ്റ് മാത്രമാണ്.
എനിക്ക് ഈ ഒരു കിറ്റിന് വന്നിട്ടുള്ളത് 1499 ആണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത് 4 പ്രോഡക്ട്സ്. ഇതാണെങ്കിൽ അപ് ടു 3 months വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള D100 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്താണ്, പിന്നെ നമുക്ക് നല്ലൊരു ഡയറ്റ് ഇവർ പറഞ്ഞു തരും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ആപ്പിലേക്ക് എൻ്റർ ആവാം. ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇന്ന് ദോശയാണ്, ഉഴുന്നിൻ്റെ ദോശയും ചട്നിയാണ്. രാവിലെ അശി കഴിയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് പോയിട്ട് വരാം. സമയം ഫോണ് കാണുന്നില്ല. എന്തായാലും 10 മണീൻ്റെ ഉള്ളിലായിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ രാവിലെ ലൈറ്റായിട്ട് അശ്വിൻ്റെ കൂടെ ഇരുന്ന് ചായയും ദോശയും കഴിച്ചത് കൊണ്ട് വലിയ വിശപ്പുണ്ട്, എന്നാലും കത്തുന്നില്ല. ഓക്കെ, കമൺ. ഇനി നമ്മുടെ സ്ഥിരം പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോയി ഗൈസ്. ഞാൻ ഇന്ന് രാവിലെയാണ് ശ്രദ്ധിക്കുന്നത്. ഇന്ന് ബെഡിൽ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മാല ഒക്കെ നിട്ട് പിന്നെ കുറച്ച് സിന്ദൂരൊക്കെ തൊട്ട് നേരെ കിച്ചണിലോട്ട് പോവാണ്. ഞാൻ രാവിലെ അശീൻ്റെ കൂടെ ലൈറ്റായിട്ട് ഒരു ദോശയൊക്കെ കഴിച്ചു. എന്നാലും അത് പോരല്ലോ. അപ്പോൾ ഇനി ഇതാ ദോശ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആക്കി ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഇതാ ദോശമാവ് ഒഴിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര തീരെ കട്ടിയില്ലാത്ത കടലാസ് പോലത്തെ ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ നല്ലോണം ചുറ്റിയെടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ഗീയൊക്കെ ആക്കി ഗീ റോസ്റ്റ് പോലെ അടിപൊളി ആക്കി എടുക്കും കേട്ടോ. ഇങ്ങനെ ക്രിസ്പി ആയിരിക്കില്ല, സോഫ്റ്റായിട്ടുള്ള ദോശ തന്നെ ആയിരിക്കും. ദോശ ഉണ്ടാക്കി. പിന്നെ ഇന്ന് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ടോ കോഫിയൊക്കെ കുടിച്ചിട്ട്. നെസ്കഫേയുടെ കോഫി പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും കോഫി ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു. രാവിലെ ചെറിയൊരു കപ്പിൽ ചായ കുടിച്ചതാണ്. അപ്പോൾ ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അമ്മ രാവിലെ പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കപ്പയും ചെറുപയറും ഒക്കെ. അതും റെഡിയായി. ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ദോശയും ചട്നിയും കുറച്ച് പുഴുക്കും പിന്നെ കോഫിയും എല്ലാം കൂടെ ഞാൻ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിച്ചണിലോട്ട് പോയപ്പോൾ അമ്മ ദേ ഇവിടെ നിന്ന് നല്ല പഴുത്ത മാങ്ങ മുറിക്കുന്നുണ്ടായിരുന്നേ. ഇത്തവണ മാങ്ങയൊക്കെ കുറവാണ്. നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കഴിക്കുന്നതാണല്ലോ. ബട്ട് ഇത്തവണ നാട്ടിലും മാങ്ങ കുറവാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ മാങ്ങ ഇല്ല, തീരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇനി നമുക്ക് ബാക്കി കിച്ചൺ പരിപാടികളൊക്കെ, അതായത് നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി ഉപ്പേരി ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയായിരിക്കും. അപ്പോൾ ഇന്ന് ക്യാരറ്റാണ് അമ്മ എടുത്ത് വെച്ചത്. അപ്പോൾ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് ശീലമായിട്ടോ. ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞതാ. ഞാൻ പെട്ടെന്ന് തന്നെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്ത് അപ്പം തന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ, വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം തന്നെ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിന് ഉപ്പേരി തന്നെയാണോ പറയുന്നത്? പല സ്ഥലത്തും പല പേരിലാണല്ലോ ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് നെയിംസ് ആണ് ഇതിനുള്ളത് നമുക്കൊന്ന് അറിയാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി റൂമിൽ വന്നിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് ത്രെഡ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു കേട്ടോ. ഇന്നല്ല, കുറച്ച് 2 ദിവസം മുമ്പ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നമ്മുടെ ഫേഷ്യൽ റൈസർ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കിയതായിരുന്നു. ബട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ. ചെറിയൊരു അബദ്ധം പറ്റി. ബട്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഞാൻ എഴുതി ഒപ്പിക്കും കേട്ടോ ഐബ്രോ പെൻസിൽ വെച്ചിട്ട്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാവത്തില്ല. അങ്ങനെ ചോറ് കഴിക്കാൻ പോയപ്പോഴാണെങ്കിൽ ഞാൻ ചോറ് എടുക്കാൻ നോക്കുമ്പോൾ ദേ വന്നിരിക്കുന്നു ഒരാൾ. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ശരിയല്ലല്ലോ. ദേ ഇപ്പോൾ എൻ്റെ പിന്നാലെ വരും. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. വിചാരിക്കാതെ ഉച്ചയ്ക്ക് വന്നായിരുന്നു. ക്യാമറ കണ്ടില്ല, എൻ്റെ ഒളി ക്യാമറ കാണാതെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഒരു മൗണ്ടെയിൻ ഡ്യൂ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മുട്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഇനി നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു. എപ്പോഴും മുട്ട പൊരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറ്, ഒന്നെങ്കിൽ ബുൾസൈ അല്ലെങ്കിൽ ഓംലെറ്റ്. ഇനി ഞാൻ വിചാരിച്ചു മുട്ട ഉപ്പേരി പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? സത്യം പറഞ്ഞാൽ ഞാനല്ല, അമ്മ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് ആശയൻ്റെ ഐ ഡി കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അയ്യോ ഉപ്പിടാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. ആശി ചമ്മിപ്പോയി. പിന്നെ ഞാൻ നോക്കിയിട്ടോ. അങ്ങനെ ഇതാ എൻ്റെ മുട്ട ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറെടുത്ത് കഴിക്കാൻ പോവാം. നല്ല വിശപ്പുണ്ട് ഇപ്പം തന്നെ. അങ്ങനെ
ആദ്യം അശിക്ക് തന്നെ വിളമ്പി കൊടുത്തു. ചോറിന് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ട്. ബട്ട് അശിക്ക് കറിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ചെറുപയറൊക്കെ ഇഷ്ടമാണ്, യോഗട്ട് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് യോഗട്ട് എടുത്ത് കൊടുത്തു. എനിക്കിത് കാണുമ്പോൾ നല്ല ഐസ്ക്രീം പോലെയാണ് കേട്ടോ തോന്നുക. സൈഡിലിടാനായിരുന്നു നോക്കിയത്, ബട്ട് നേരെ മുട്ടയിലേക്കായിപ്പോയി. പിന്നെ ഞാനും ചോറെടുത്തു. ഞാനിതാ നല്ല ഉപ്പിലിട്ട കാന്താരി മുളകും ചമ്മന്തി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടാണ്. എനിക്ക് പിന്നെ ഇങ്ങനത്തെയൊക്കെയാണ്, നല്ല എരിവുള്ള ഐറ്റംസിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അശികയാണെങ്കിൽ എരിവ് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം അമ്മ അടിച്ച് വാരിയിരുന്നു. അപ്പോൾ ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സൈഡിൽ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയിട്ട ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ മടക്കി വെക്കണം. പിന്നെ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ താഴത്തായിട്ടൊരു ബോട്ടിൽ കാണുന്നില്ലേ, അതിൽ നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്യും, എന്നിട്ട് അത് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വെയിങ് മെഷീൻ എടുത്ത് അതിലങ്ങോട്ട് കയറി നിന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഗൈസ്. എഗെയിൻ ഞാൻ 50 ആയി. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ 49 ആയിരുന്നു കേട്ടോ, 49.5 ആയിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും 50 ആയി. അതിൻ്റെ സന്തോഷത്തിൽ നമുക്കൊരു ഐസ്ക്രീം കോൺ കഴിക്കാം. അതിൻ്റെ സന്തോഷത്തിലൊന്നല്ല, ഇത് ചേച്ചിയും ഏട്ടനും കൂടെ പുറത്ത് പോയ സമയത്ത് വാങ്ങി കൊണ്ടുവന്നിരുന്നു. രാവിലെ വെച്ചാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ വെച്ചു. അപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് എനിക്കൊരു മധുരമായി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനി നമുക്ക് കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കാം. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കിടക്കണമല്ലോ. പിന്നെ എണീക്കുമ്പോഴേക്കും വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ചായക്കുള്ള സമയമായി. ചായ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായക്ക് കൂട്ടാൻ ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. എനിക്ക് ബിസ്ക്കറ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു. എനിക്ക് പൊട്ടിക്കാനായില്ല. അങ്ങനെ അശ്വിൻ്റെ അടുത്ത് കൊടുത്ത് എനിക്കത് പൊട്ടിച്ച് തന്നു. എനിക്ക് എൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ക്യൂട്ടാണല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കളക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നു. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാനിങ്ങോട്ട് അധികം ഒരുപാട് ഡ്രസ്സൊന്നും കെട്ടിപ്പേര് വന്നിട്ടില്ല, ആദ്യം പറയട്ടെ. പിന്നെ ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയ ഡ്രസ്സ് തന്നെ എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല. കൊണ്ടുപോയ കുറച്ചൊക്കെ ഇങ്ങോട്ടേ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രസ്സൊന്നും ഇല്ല. അങ്ങനെ ഡ്രസ് കളക്ഷൻ കാണിക്കാൻ മാത്രം ഡ്രസ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞാൻ ആജിയോന്ന് 1-2 ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു. ഞാൻ 3 ഡ്രസ്സാണ് വാങ്ങിച്ചത്. ബട്ട് അതിലൊരെണ്ണം ഞാൻ റിട്ടേൺ ചെയ്തു. അത് എനിക്ക് തീരെ എനിക്ക് ഇട്ടിട്ട് എന്തൊക്കെയോ ഒരു അപാകത, അപ്പം ഞാൻ റിട്ടേൺ ചെയ്തു. പിന്നെ 2 ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 2 ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഒരെണ്ണം മിഡി ഡ്രസ്സാണ്, ഇതൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഞാൻ രണ്ടും ഇട്ട് കാണിച്ചു തരാം. ഇട്ടിട്ട് ഞാൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു മിഡി ഡ്രസ്സ് ട്രൈ ചെയ്യാം, ഇട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത്. ഇതൊരു മിഡി ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര വൈഡായിട്ടുള്ള നെക്കാണ്, കണ്ടില്ലേ, ഭയങ്കര വൈഡാണ് കേട്ടോ. എനിക്ക് ഇതൊക്കെ വൈഡ് നെക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ പുറകിലാണെങ്കിലും നല്ല വൈഡായിട്ടാണ് വരുന്നത്. വൈഡാണ്, പിന്നെ അത്യാവശ്യം ഡീപ്പായിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ നീ വരെയാണ് വരുന്നത്. നീ ലെങ്ത്ത് വരെ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ലെങ്ത്ത് അത്രയാണ് വരുന്നത്. പിന്നെ എൻ്റെ കൈ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു പഫ് സ്ലീവ് ആണ് കേട്ടോ. ഭയങ്കര എനിക്കിത് കുറച്ച് ഓവർ ഇത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാൻ ചോദിച്ചു കേട്ടോ, ഇതിൻ്റെ കൈ ഭയങ്കരമായിട്ട് ലൂസാണോ? ഇത് എനിക്കൊന്ന് ഇതിൻ്റെ മോഡൽ ഇങ്ങനെ തന്നെയാണ്, എന്നാലും ഇതൊരുമാതിരി. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 699 ആണ്. 699 ആണ് ഞാൻ വാങ്ങിച്ചത്. ബട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു റേറ്റിന് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അല്ലാന്ന്. കാരണം ഈ ഡ്രസ്സ് കാണാനും ഇതിൻ്റെ പ്രിൻറ്റും ഒക്കെ എനിക്കിഷ്ടമായി, അതൊക്കെ ഓക്കെ. ബട്ട് ഇത് ഭയങ്കര സീത്രൂ ആണ് കേട്ടോ. എന്താ പറയുക, ഭയങ്കര സീത്രൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും ഇടാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും സീത്രൂ ആണ്. തീരെ കട്ടിയില്ല കേട്ടോ തുണിക്കൊന്നും.
എനിക്ക് തോന്നുന്നു ഒരു വട്ടം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആകെ ചൊക്കി ചുളഞ്ഞ് പോകുന്ന ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. ബട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് പ്രിൻറ്റും ഈ ഒരു ഡ്രസ്സ് എനിക്കിഷ്ടമായി. അതൊക്കെ വിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്കിഷ്ടമായി. എനിക്ക് വേണമെങ്കിൽ ഇത് റിട്ടേൺ ചെയ്ത് റീഫണ്ട് ചെയ്യായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇടാലോ വിചാരിച്ചിട്ടാണ് എടുത്തിട്ട് വന്നത്. ഇനി അടുത്ത ഡ്രസ്സ് നോക്കാം. പിന്നെ അതാ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. ഇത് സംഭവം ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ബട്ട് ഇതെനിക്ക് കുറച്ച് ഓവർ സൈസ്ഡ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇത് കിട്ടിയ സമയത്ത് ഞാൻ ഷീനോട് ചോദിച്ചു, കുറച്ച് ഓവറായി പോയോ? ഇത് ഓവർ സൈസ്ഡ് ആണ്, എന്നാലും എനിക്ക് കുറച്ച് അധികം ഓവറായി പോയോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് അശി പറഞ്ഞു കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാനാണെങ്കിൽ പറയുന്നത് ഇത് ഇട്ടിട്ട് ഞാനൊരു പർദ്ദ ഇട്ട പോലൊക്കെ ഉണ്ടായിരുന്നത്. ബട്ട് അശി എനിക്ക് കോൺഫിഡൻസ് തന്നു, അവിടെ ഞാനത് മാറ്റിയില്ല. ഞാനത് മാറ്റാന്നൊക്കെ വിചാരിച്ചു, റിട്ടേൺ ചെയ്യാന്നൊക്കെ വിചാരിച്ചു നിന്നെയായിരുന്നു. അത് വാങ്ങിയില്ലേ, ചിലപ്പോൾ ഇനി അതവിടെ തടിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ കൈയാണ് എനിക്ക് ഭയങ്കര ആയിപ്പോയോ എന്നൊരു ഡൗട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. ഡ്രസ്സ് കുഴപ്പമില്ല കേട്ടോ, ഡ്രസ്സ് നല്ല മെറ്റീരിയലിനൊക്കെ നല്ല കട്ടിയുണ്ട്. എന്താ ഒരു പനിയൻ ക്ലോത്താണ്. അതെ, പനിയൻ ക്ലോത്താണ് അല്ലേ, പനിയൻ ക്ലോത്താണോ മെറ്റീരിയലൊന്നും ഞാൻ നോക്കിയില്ല. ഇത് നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് കുഴപ്പമൊന്നുമില്ല, എനിക്കാണ് കുഴപ്പം. ഞാനത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത് എനിക്ക് ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്ലിറ്റ് ഉണ്ട്, രണ്ട് സൈഡിലും രണ്ട് സ്ലിറ്റൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇടാൻ നല്ല രസമുണ്ട്, ലൂസ് ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. നിങ്ങളാരും എന്നെ കളിയാക്കരുത്, സത്യസന്ധമായിട്ട് പറയണം ഇതെനിക്ക് എങ്ങനെ ഇട്ടെന്ന്. തോന്നുന്നു ചിലപ്പോൾ നല്ല ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞ് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് പോവായിരിക്കും. ഞാൻ ഇതെടുത്തത് സ്മോൾ സൈസ് ആണ്. ഇതിൻ്റെ XS ഉണ്ടായിരുന്നു, എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഞാൻ ശരിക്കും എക്സ്ട്രാ സ്മോൾ ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ചിലപ്പോൾ അതെടുത്തിരുന്ന ചിലപ്പോൾ കറക്റ്റ് ആയേനെ. എന്തായാലും ഇതെടുത്ത് പോയല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡ്രസ്സായിരുന്നു. അതുകൊണ്ട് എനിക്കിത് വേണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് എക്സ്ട്രാ സ്മോൾ എടുക്കാനുള്ള ടൈം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനൊന്നും നിൽക്കാതിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ആൾട്രേഷൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അതിന് സമയം കിട്ടിയില്ല. അങ്ങനെ എടുത്തിട്ടിങ്ങ് പോരുമായിരുന്നു. ഇതിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ട് സ്റ്റൈലായിട്ടല്ലേ. നല്ല രസമുണ്ട്, ഇടാൻ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം. ആജിയോന്ന് ഞാൻ ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരെണ്ണോട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു. ബട്ട് അതെനിക്ക് ഭയങ്കര എന്താ, അത് ഞാൻ ഇട്ടിട്ട് ഞാൻ ഭയങ്കര മെലിഞ്ഞതുപോലെ തോന്നി. എന്തോ എനിക്ക് ഒട്ടും മാച്ചല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തു. പിന്നെ ഞാൻ ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതിൽ ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ രണ്ട് ഡ്രസ്സ് ഞാൻ എനിക്ക് കാണിച്ചു തന്നു. ഇല്ല, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്? ഇനി രണ്ടും ഇഷ്ടമായില്ലേ, എനിക്ക് രണ്ടും മാച്ച് ആകുന്നില്ലേ, എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയും. സത്യസന്ധമായി പറയണം കേട്ടോ, എന്നെ കളിയാക്കരുത്. അപ്പോൾ നമുക്ക് ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ വരാം. ഞാൻ പോയി നോക്കുമ്പോൾ ദേ എല്ലാവരും ഇവിടെ ഇരുന്ന് മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞാനും അവിടെ ഇരുന്ന് കണ്ടു. എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ബാർബിക്യൂ ആയിരുന്നു. കുറേ ആയി ഞങ്ങൾ ബാർബിക്യൂ വാങ്ങിച്ചിട്ട്. ഞാൻ വന്നിട്ട് കുറേ ആയി വാങ്ങിച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ബുക്കാരി റൈസ് കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഉപ്പിലിട്ട മുളക് കണ്ടപ്പോൾ ആദ്യം ഞാൻ അതാണ് കേട്ടോ എടുത്ത് കഴിക്കുന്നത്. എനിക്ക് ഫേവറേറ്റ് ആണ് ഉപ്പിലിട്ട സാധനങ്ങൾ. ഈ മുളക് കണ്ടാൽ വിചാരിക്കും ഭയങ്കര എരിവുള്ള മുളകാണെന്ന്, പക്ഷേ എരിവ് ഒട്ടുമില്ല കേട്ടോ.
അങ്ങനെ ഇതാണ് നമ്മുടെ ബുക്കാരി റൈസ്. നല്ല ടേസ്റ്റാണ്. ഇതെനിക്ക് നമ്മുടെ മന്തി റൈസിൻ്റെ ഏകദേശം അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഒരുപാട് കഴിച്ചാൽ മടുക്കും, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബാക്കി പണികളൊക്കെ തീർത്ത് പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാനിതാ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.